റോഡ് കെട്ടിയടച്ച് CPM വഞ്ചൂർ ഏരിയ സമ്മേളനം നടത്തിയതിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സെക്രട്ടേറിയറ്റിൽ ജോയിന്റ് കൗൺസിൽ നടത്തിയ സമരത്തിൽ ബിനോയ് വിശ്വവും ഹാജരാകണം. കൊച്ചി കോർപ്പറേഷന് മുന്നിലെ റോഡിൽ കോൺഗ്രസ് നടത്തിയ സമരത്തിൽ TJ വിനോദ് MLA, DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് തുടങ്ങിയവരും ഹാജരാക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. വഞ്ചൂരിൽ റോഡ് കെട്ടിയടച്ചുള്ള CPM ഏരിയ സമ്മേളനത്തിന്റെ പേരിലെടുത്ത കോടതിയലക്ഷ്യ കേസിലാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മുൻ മന്ത്രി M വിജയകുമാർ, MLA മാരായ V ജോയ്, കടകംപള്ളി സുരേന്ദ്രൻ, VK പ്രശാന്ത്, മുൻ MP A സമ്പത്ത് തുടങ്ങിയവരുൾപ്പെടെയുള്ള നേതാക്കൾ നേരിട്ട് ഹാജരാകണമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടപ്പാത അടച്ചുകെട്ടി സമരം നടത്തിയതിൽ ജോയിന്റ് കൗൺസിൽ സംഘടനാ നേതാക്കൾക്ക് പുറമെ CPI നേതാക്കളായ ബിനോയ് വിശ്വം, പന്ന്യൻ രവീന്ദ്രൻ തുടങ്ങിയവരും ഹാജരാകണം. കൊച്ചി കോർപ്പറേഷന് മുന്നിൽ നടത്തിയ ധർണയുടെ പേരിൽ കോൺഗ്രസ് MLA TJ വിനോദ്, മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് തുടങ്ങിയവരും ഹാജരാകണം. ഫെബ്രുവരി 10-നാണ് നേതാക്കൾ ഹാജരാകേണ്ടത്. നേതാക്കൾ ഹാജരാകുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കേണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇത്തരം വിഷയങ്ങൾ ലഘുവായി കാണാനാകില്ല. റോഡ് കയ്യേറിയും മറ്റും സമരങ്ങളും പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുന്നത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിമർശിച്ചു. ബാലരാമപുരത്ത് നടത്തിയ ജ്വാല വനിതാ ജംഗ്ഷൻ പരിപാടിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും ഹാജരാകണം. കൂടാതെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയും ഹാജരാകേണ്ടതുണ്ട്. ഹാജരാകുന്നതിൽ നിന്ന് ചീഫ് സെക്രട്ടറി, സംസ്ഥാന DGP എന്നിവരെ മാത്രം ഒഴിവാക്കുന്നുവെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ജനം, കൊച്ചി.